ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇനി ജാതിക്ക സീസണാണിതാ. ജാതി പൂത്ത് കാച്ച് വിളയാറായിരിക്കണം. കുറച്ച് ദിവസമായിട്ട് പറമ്പിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടെ. അപ്പോൾ കുറച്ച് പറമ്പിലെ കാഴ്ചകളൊക്കെ കണ്ടു പറങ്ങാം. അങ്ങനെ നമ്മളിപ്പോൾ പറമ്പിൽ റബ്ബർ തോട്ടത്തിൻ്റെ ഇടവിളകൾക്കിടയിലുള്ള സാഹസമാണ്. അങ്ങനെ കുറച്ച് ദിവസമായി ഇവിടെ വന്നിട്ട്. അപ്പോൾ നമുക്ക് എന്തായി ജാതിയുടെ പരുവം നോക്കാം. കഴിഞ്ഞ സീസണിൽ നമ്മൾ വന്നിരുന്നു. അപ്പോൾ ഇതാ വീണ്ടും സീസണായിരിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ജാതിയെക്കുറിച്ചും ഒക്കെ ഒന്ന് കണ്ടെങ്കിൽ തിരിഞ്ഞൊക്കെ വരാം. അപ്പോൾ ജാതി പൂത്തിരിക്കുന്നു. ഒന്ന് ഏതാണ്ട് വിളയാറായി. പിന്നെ വിളഞ്ഞ കായൊന്നും കണ്ടില്ല. ഇടയ്ക്ക് ചെറിയ വാഴത്തൈകളൊക്കെ സാഹസത്തിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ജാതി ഇതേ നിൽക്കണം. ഇതാ അടുത്ത ജാതി ഇതേ നിൽക്കുന്നു. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഗസ്സിങ്ങിൽ നട്ടതാണ്. ചിലതൊക്കെ ബഡും ബാക്കിയൊക്കെ ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ തൈ നോക്കി വാങ്ങിച്ച് നട്ടതാണേ. ഇത് രസം എന്ന് പറയുക, ഇതിൽ ആണും പെണ്ണും ഉണ്ട്. ജാതിയിൽ ആണും പെണ്ണും ഉണ്ട്. പെണ്ണിലാണ് ഇഷ്ടംപോലെ കായ്ക്കുക. ആണ് പൂക്കണം. ആണിൻ്റെ പൂ കിട്ടിയാലേ പെണ്ണിന് കായ്ക്കാൻ പറ്റും. അപ്പോൾ പിന്നെ കുറേ സംഗതികളുണ്ട് ഇതിൽ. ചിലർ അറിയാമെന്നുള്ളവർ പറഞ്ഞു തരില്ല, ചിലർക്കത് അറിയില്ല. കാരണം ഈ ജാതി സെലക്ട് കഴിയുന്നത് ബഡ് ജാതി വാങ്ങുന്നതായിരിക്കും ബുദ്ധി. നല്ല തോട്ടങ്ങളിൽ നിന്ന് ബഡ് ജാതി വാങ്ങിച്ചാൽ അതായിരിക്കും ബെസ്റ്റ് ജാതിക്ക്. അങ്ങനെയാണ് കഥ. അപ്പോൾ നമ്മളിപ്പോൾ റബ്ബർ തോട്ടത്തിലെ ജാതി കൃഷിയുടെ കാഴ്ചകളൊക്കെ കാണാനാണ്. മഴ ഇന്ന് നവംബർ തീർന്ന് ഡിസംബറിലേക്കുള്ള പ്രവേശനമാണ്. നാളെ മുതൽ ഡിസംബർ ഇല്ലയോ. അപ്പോൾ ജാതി അവിടെ ഇവിടെ കാച്ചു തുടങ്ങി. പിന്നെ ഇവിടെ പെരിച്ചാഴിയല്ല, പന്നി ശല്യം കണ്ടമാനമുണ്ട്. അപ്പോൾ നമ്മുടെ ഊറ്റുവഴി ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് കുറച്ച് കുസൃതികൾ വന്ന് കുറേ കല്ലൊക്കെ വാരിയിട്ടെങ്കിലും അതാണ് ഞാൻ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവനവൻ്റെ പറമ്പിൽ ചെന്നില്ലെങ്കിലേ, പശു കിടക്കേണ്ടടുത്ത് പശു കിടന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറി കിടക്കുന്ന പണ്ടൊരു ചൊല്ലുണ്ട്. അത് അന്വർത്ഥമായി പോവും. അതുകൊണ്ട് അവനവൻ്റെ തോട്ടത്തിൽ നിൽക്കണം. പിന്നെ സ്വന്തം തോട്ടത്തിലെ മരമൊക്കെ കായ്ക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മണവും സ്പർശവും ശബ്ദമൊക്കെ അവർ കേൾക്കണം. എങ്കിലും ഇതൊക്കെ കാക്കുകയും പൂക്കുകയും ഉള്ളേ. അത് ഞാൻ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ സ്വന്തം പറമ്പുള്ളവർ ചെറിയ ഒരു സെൻറ്റ് ഭൂമിയായാലും ഇടയ്ക്കിടയ്ക്ക് ആ ചെടികളായിട്ട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അതിനോട് കുറച്ച് സല്ലപിച്ച് കഴിഞ്ഞാലേ അതിനും ഒരു സന്തോഷമാവും. എങ്ങനെയുണ്ട്? അങ്ങനെ ഇതാണ് ഞാൻ ആദ്യം നട്ട ജാതി കേട്ടാ. ആണോ? യെസ് അതാണ് അങ്ങനെ. പിന്നെ ഇതൊക്കെ റബ്ബറിൻ്റെ ഇടയിലുള്ള ജാതി കൃഷികളാണ്. കാരണം ഇതിൻ്റെ വേര് കണ്ട, ഇത് ഇവിടുന്നേ വേര് പിടിച്ചു. ഒരു പ്രത്യേകത കണ്ട, ഈ വേര് ഇതാ ഇവിടുന്നേ ഇങ്ങനെ ഉണ്ട്. ജാതിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ 150 കൊല്ലത്തിൽ മേലെയാണ് ജാതിയുടെ ലൈഫ്. മനസ്സിലായോ? യെസ് അങ്ങനെയാണ് കഥ. അപ്പോൾ ഇങ്ങനെ ഞാൻ പക്ഷേ നമ്മൾ ഈ വെള്ളയുടെ മലയുടെ ഭാഗത്ത് ഏല നട്ട്, പക്ഷേ ചീറ്റി പോയിട്ടോ. അത് ഇതുണ്ട്, കീടം നശിപ്പിച്ച് കളയും. അപ്പോൾ ഇതൊക്കെയാണ് റബ്ബർ തോട്ടത്തിലെ ജാതി. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത് ബ്രേക്ക് അടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ പലതരത്തിലാണ്. ആണും പെണ്ണും ഒക്കെ ഇങ്ങനെ ഞാൻ എൻ്റെ ഒരു ഗസ്സിങ്ങിലൊക്കെ വെച്ചതാണ്. നോക്കാം, ഇതൊക്കെ ചെറുതായിട്ടുള്ളൂ. മിനിമം ഈ നോർമൽ സാധാ ബഡല്ലാത്ത സാധാ പിന്നെ ജാതിയാണെങ്കിൽ 10 കൊല്ലം എടുക്കും കായ്ക്കാൻ. അല്ല ബഡാണെങ്കിൽ 3.5-4 കൊല്ലം ആകുമ്പോൾ കാശ് തുടങ്ങും. ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്തായിരുന്നു. ഇതാണ് കാരണം ഇതിൻ്റെ പലതിനും പല രീതി. ഇതിന് നല്ല കട്ടി വീതിയും നീളവും ഉള്ള ഇലയാണിത്. ചിലത് ചെറിയ ഇലകളായിരിക്കും. മഴയായപ്പോൾ കാട് കയറി. അപ്പോൾ ഇതിന് വഴികൾ കൊണ്ട് തെളിച്ചില്ലെങ്കിലേ മരം വെട്ടുകാരൻ പണിയാവും. അയാൾ മരം വെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് തെളിച്ച് കൊടുക്കണം. അയ്യോ, ഇവിടെയൊക്കെ രണ്ടോ ചീക്ക് മറങ്ങുന്നത്, അതൊക്കെ ഞാൻ തട്ടിക്കളഞ്ഞു. അതിന് പണ്ടുപോലെ വായിന്ന് കേൾക്കുകയും ചെയ്തു, വേറെ ആയിരിക്കും. അപ്പോൾ ഒരുവിധം ഇതാണ്ട് ഇത് ബഡ് ജാതിയാണേ. അന്ന് ഇതിനാണ്ടൊരു 600 രൂപ വിലയുണ്ടായിരുന്നു അന്ന്. ഇതിപ്പോൾ 5ാമത്തെ കൊല്ലമായത്. അപ്പോൾ ഇത് പക്ഷേ നിറയെ കായുണ്ട്. ബഡ് ജാതിയായുണ്ട്. ഇഷ്ടംപോലെ നല്ല കായുണ്ട്. ഈ ഇതിന് വലിപ്പമുണ്ട്. കായ്ക്ക് നല്ല വലിപ്പമുണ്ട്, നല്ല ഫ്രഷിയാണ്. അകത്തെ കുരുവും അതിൻ്റെ ഇത് കാണണം. പക്ഷെ അത് അത്രയ്ക്ക് ആയില്ല. ഇപ്പോൾ വിളഞ്ഞു തുടങ്ങിയുള്ളൂ. ഇനി ഏതെങ്കിലും ഉണങ്ങി പൊട്ടിയ കായ ഉണ്ടോ നോക്കാം. പക്ഷേ ഇപ്പോൾ കായ്ക്കുന്ന സീസണാണ് ഇത്. വിളവെടുപ്പിൻ്റെ സീസണായില്ല. പക്ഷേ സാധാരണ മഴക്കാലങ്ങളിൽ, ഇപ്പോൾ നവംബർ ഡിസംബർ അല്ല മഴക്കാലങ്ങളിലാണ് ശരിക്കും ഇതിൻ്റെ ഹാർവസ്റ്റേ ജാതിയുടെ.
ജൂൺ ജൂലൈ സമയത്തൊക്കെ ഇത് ചിലർക്ക് ഈ വർഷത്തിൽ 2 തവണ ഫലം പറിക്കാവുന്ന ജാതിത്തോട്ടങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ മൾട്ടി കൃഷി ആയതുകൊണ്ട് ഇങ്ങനെ പോകുന്നു എന്നതാണ് സത്യം. ഇതിലും അവിടെ ചെറിയ ചെറിയ കായ്കൾ. എനിക്കിതൊക്കെ ഒരു 6 മാസം എടുക്കും ഇതൊക്കെ വലുതായി. ഒരു ജൂലൈ ഒക്കെ ആകുമ്പോൾ ഇത് പാകമാവും. ചില മരങ്ങളിൽ എപ്പോഴും കാണുമേ, ചില സീസൺ അനുസരിച്ചേ കായ്ക്കും. നമുക്ക് ഈ ഊറ്റുകുഴിയുടെ എൻഡിങ് ഇത് ഉറവിടമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇത് താഴ്ന്ന പ്രദേശമായിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ കണ്ട ഇതിങ്ങനെ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെളിഞ്ഞ് വരുന്നതാണ്, ഊറി വരും. അങ്ങനെ ഊറ്റുകുഴി എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ നമുക്ക് അതിൻ്റെ അറ്റം ഒന്ന് കണ്ടേച്ച് വരാം. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. മറ്റ് പറമ്പുകളിലൂടെ കയറി ഇറങ്ങി പോകും. മനസ്സിലായില്ലേ? ഇതിങ്ങനെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ താഴോട്ട് പറമ്പുകളിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇവിടെ നിന്ന് കയറി ഇങ്ങനെ കയറി ഇതുവഴി വന്ന് ഈ റബ്ബറിനെ കഴുകി അത് ഇതിലൂടെ ഇവിടെ വന്നൊരു കൊച്ചു കുളത്തിൽ സാധിക്കും. വേണ്ട, അപ്പോൾ ഇത് കൊച്ചു കുളത്തിൽ സംഗതി വരുന്നു. വേണ്ട, അതിനൊരു കൊച്ചു കുളമായി. മഴക്കാലത്തൊക്കെ മീനെ കൊലിച്ച് വന്ന് പോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മീനൊന്നുമില്ല. പിന്നെ കൊച്ചു പിള്ളേർ ഇവിടുത്തെ കുസൃതികളെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള അയൽവക്കങ്ങളിലെ കുസൃതികൾ മീനെ കൊണ്ട് നടും. അത് ആമ്പൽ കടിച്ചുകൊണ്ട് പോയി ചെയ്യും. അപ്പോൾ ഈ ഊറ്റുകൂടി എങ്ങനെ പോയി അപ്പുറത്തെ പറമ്പിലങ്ങ് പോകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊക്കോ ചെടികളൊക്കെ ഉണ്ട്. കൊക്കോയുടെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഞാൻ അല്ലാതെ എടുത്ത് വെച്ചിട്ടുണ്ട് കൊക്കോയുടെ കുറച്ച് വീഡിയോ. അത് അടുത്ത വീഡിയോ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ജാതി തൈയൊന്നും കാണണ്ടേ. ഇത് കുരു തന്നെ വീണ് പൊടിച്ച് കിടക്കുന്നൊരു ജാതിയാണ്. കുരുവേ ഇവിടെ വീണിട്ട് തന്നെ പൊടിച്ച്. കാരണം നട്ട ചിലപ്പോൾ വലിയ പാടായിരിക്കും കിട്ടാനേ. അപ്പോൾ തന്നെ പൊടിച്ച് ഇത് 60 ദിവസം എടുക്കും ഒരു മുളയ്ക്കാനേ. കണ്ട, അപ്പോൾ ഇത് ജാതി തൈയാണ്. അപ്പോൾ നമുക്കിതിനെ മറിച്ച് പ്ലേസ് ഇളക്കി നടുകിട്ടിട്ട് ബഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ തന്നെ നട്ടിട്ട് ഒരു 7 കൊല്ലം കഴിയുമ്പോൾ പരീക്ഷണം നടത്തുകയാകാം. ദൈവം ആയുസ്സും ആരോഗ്യമൊക്കെ തന്നാലേ. അപ്പോൾ ഇത് ജാതി തൈ നമുക്കിതിനെ പതുക്കെ കാണാം. അത് ഞാൻ പതുക്കെ ഒന്ന് കൈ കൊണ്ട് പതുക്കെ നമുക്കതിനെ ഒന്ന് പറിച്ച് നോക്കിയല്ലോ. കണ്ട ഇതാണ് ജാതി തൈ. ജാതി തൈ എങ്ങനെ ഇരിക്കും. അതിൻ്റെ എഡ്ജ് കണ്ട ഈ വേര് കുഴപ്പമില്ല. എല്ലാ വേരും കിട്ടി. അല്ലെങ്കിൽ ഇടയ്ക്ക് പൊട്ടിപ്പോയാൽ പിന്നെ അത് കൊള്ളത്തില്ലേ. എല്ലാ സർവത്ര വേരും ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. തായ് വേരുണ്ട്, തായ് വേരെന്നാണ് പറയുക. അപ്പോൾ ഇതാണ് ജാതി തൈ. ഇത് കണ്ടിട്ട് നീണ്ട ഇലയാണ്. ഇത് ബഡ് ജാതിയാണ്. ബഡ് ജാതിയിൽ നിന്ന് വീണ് മുളച്ച തൈയാണ്. അപ്പോൾ ഇത് ഒരേ ഇനമാണ്. ഇത് അടുത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇളക്കുന്നത് അപ്പുറത്ത് ഞാൻ നടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പതുക്കെ ഇപ്പം മഴയായതുകൊണ്ട് ഈർപ്പുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് കട്ടിയാണ് കേട്ടോ. പിടിച്ചിട്ട് പറഞ്ഞില്ല, ശ്രമം നടത്താം. ഇത് കിട്ടി, കറക്റ്റാണ് കിട്ടി. കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ താഴ്വേരുണ്ട്, അത് ഉണ്ട്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 തൈ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറുത് ഇവിടെ ഇച്ചിരി ഇവിടെ വലുതായിട്ട് നമുക്ക് ഇളക്കി നടാം. മഴക്കാലത്ത് നടന്നാലും ബുദ്ധിയേ. ഇപ്പം മഴ നല്ല ചക്രവാചുയൊക്കെ ആയി മഴ കിട്ടിയോണ്ട് നന്നായി. അപ്പോൾ റബ്ബർ തോട്ടത്തിൽ കണ്ട നമ്മൾ കുരുമുളക് വള്ളി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും പൈസ കിട്ടും. ഇപ്പോൾ ഏതാണ്ട് കായ്ച്ച് നിൽപ്പുണ്ട്. ഇപ്പോൾ സീസണാണെന്നാണ് തൻ്റെ ആ കാരണം അവർ പറയുന്നത്. ഇപ്പോൾ സീസണാണ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത അപ്പോൾ സീസണാണ് ഇപ്പോൾ അല്ലേ? ഇപ്പോൾ സീസണാണ്. അപ്പോൾ സീസൺ അല്ലാത്ത സമയത്ത് പുഞ്ച എന്ന് പറയും. പുഞ്ചയിലല്ലേ? അപ്പോൾ റബ്ബർ തോട്ടത്തിൽ ഗുണമുണ്ടെന്നാണ്. ഗ്രാമ്പു വയ്ക്കാം, കുരുമുളക് വയ്ക്കാം, ജാതി വയ്ക്കാം. അതിന് പുറകെ നിൽക്കാൻ അധ്വാനിക്കാൻ ആളും വേണമെന്നാണ് കാരണം അവർ പറയുന്നത്. വേറൊരു ജാതി തൈരെ മൂട്ടിലെത്തി. ഇത് തിരിച്ചറിയാൻ വെച്ചാൽ ഒരുപാട് ശിഖരങ്ങളുണ്ടെങ്കിൽ അത് മിക്കവാറും പെണ്ണായിരിക്കും. ഇലഞ്ഞെരുക്കം ഉണ്ടെങ്കിൽ, ഇലക്കട്ടി ഉണ്ടെങ്കിൽ, ഇലഞ്ഞെരുക്കം ഉണ്ടെങ്കിലും അത് പെണ്ണായിരിക്കും. ഇത് പക്ഷേ ഇതാണ്ട് ഇവിടം തൊട്ടേ തുടങ്ങുള്ളൂ. കാരണം ശിഖരങ്ങളുണ്ട്. അപ്പോൾ പെണ്ണാകാനാണ് സാധ്യത. ജസ്റ്റ് നാട് അതിൻ്റെ മൂടൊക്കെ കാടൊക്കെ ഒന്ന് തെളിച്ചു. കുറച്ചുകൂടി ഭംഗിയായില്ലേ, സുന്ദരിയായില്ലേ. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് ആൺജാതി. കണ്ട, ഈ ആൺജാതിയുടെ പ്രത്യേകം അറിയാം, പൂക്കളുടെ ഒരു ബഹളമാണ്. കണ്ട, ഈ ഇഷ്ടം പോലെ പൂക്കും. അപ്പോൾ ഈ പൂവൊക്കെ പെൺജാതിയിലോട്ട് കയറി പരാഗണം നടന്നാണ് പിന്നെ കായാകുന്നത്. അപ്പോൾ ഇത് ആൺജാതിയാണ്. ആൺജാതി കണ്ട ഇഷ്ടംപോലെ ഇതിങ്ങനെ പൂക്കും. പക്ഷെ കുറവായിരിക്കും. അല്ല,
ഇതെല്ലാം ആൺജാതിയാണ്. പൂവിൻ്റെ ഒരു ബഹളമാണ്. കണ്ടോ, ഇഷ്ടംപോലെ ഓരോ ഇലക്കടിയിലും പൂവ് കണ്ട ഇഷ്ടം പോലെ പൂത്തിപ്പോട്ട്. അപ്പോൾ ഇതാണ് ആണിൻ്റെ ലക്ഷണം കേട്ടോ. ആൺജാതി ഇല ശ്രദ്ധിക്കണേ. കണ്ടോ, ഇല ഇച്ചിരി പല ജാതി ഉണ്ട് കേട്ടോ. കാട്ടുജാതി, നാടൻ ജാതി, ബഡ് ജാതി, അങ്ങനെ കണ്ടമാനം വെറൈറ്റീസ് ഉണ്ട്. ഇത് ആൺജാതി. നമുക്ക് പെൺജാതിയെ കണ്ടാലോ. ജസ്റ്റ് ഞാൻ അപ്പുറത്ത് പെൺജാതി ഇതാണ് പെൺജാതി. അല്ല, ഇത് ഞാൻ എൻ്റെ ഒരു ഗസ്സിങ്ങിൽ ആൺ പെണ്ണ് വ്യത്യാസം. ഇത് കായ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. ഇത് പക്ഷേ പൂത്തില്ല. പൂത്താലേ കായ ഉണ്ടാവും. ഇത് പക്ഷേ അപ്പോൾ പൂവുണ്ടായില്ല. അപ്പോൾ ഇതിൽ പൂ വന്നിട്ട് പരാഗണം നടന്നാലേ സംഗതി കായ ഉണ്ടാവും. പക്ഷേ ഇതിലും കായ ഉണ്ടാവും, 1-2 കായ ഉണ്ടാവും. ഇങ്ങനെ ആണിൽ കായ ഉണ്ടാവും, കുറച്ച് ഉണ്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ ഇന്നത്തെ ബ്ലോഗ് തനി കർഷകനാണ് കേട്ടോ. കർഷകൻ്റെ സെറ്റപ്പാണ്. കത്തി എടുത്തല്ലോ. അപ്പോൾ ഇതൊക്കെ ആയിട്ടാണ് നമ്മളെ ആയുധം.